രണ്ടാഴ്ചക്കാലം നീണ്ട തർക്കങ്ങൾക്ക് വിരാമമിട്ട് പിറവം നഗരസഭ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിനൊരുങ്ങി യു.ഡി.എഫ്. അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം.എൽ.എ ഉദ്ഘാടനം ചെയ്ത തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ യു.ഡി.എഫ്. മണ്ഡലം ചെയർമാൻ ഷാജു ഇലഞ്ഞിമറ്റം അധ്യക്ഷത വഹിച്ചു. നഗരസഭയിലേക്കുള്ള 28 സ്ഥാനാർത്ഥികളെയും യോഗത്തിൽ പരിചയപ്പെടുത്തി. രണ്ടാഴ്ചക്കാലം നീണ്ട തർക്കങ്ങൾക്ക് വിരാമമിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പിറവം നഗരസഭാ തിരഞ്ഞെടുപ്പിനായി ഒരുങ്ങി യു.ഡി.എഫ്. കൈരളി ഓഡിറ്റോറിയത്തിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ എം.എൽ.എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ മുമ്പിൽ യഥാർത്ഥത്തില് അവര് അഴിമതി മാത്രം കണ്ടുകൊണ്ട് നീങ്ങുന്നൊരു ഗവൺമെന്റ്. ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത്രമാത്രം അഴിമതിയെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരായി ഇടത് സർക്കാർ അധപ്പതിക്കാവോ എന്ന് ആ കോടതി പോലും വാക്കാൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഗുരുതരമാണ് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇടതുപക്ഷം ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് എത്തിച്ചത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പെൻഷൻ മുടക്കിയ സർക്കാരാണിത്. മാസങ്ങളോളം പെൻഷന്റെ കുടിശ്ശിക വരുത്തിയ ഗവൺമെന്റാണിത്. ഇപ്പൊ അവര് 2000 രൂപ പൗർണമി പ്രചരണമായത് എന്താണ്? 2000 രൂപ ഞങ്ങൾ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്നുള്ളതല്ലേ അവരുടെ ഏറ്റവും വലിയ പ്രചാരണമായതും. ഈ 2000 രൂപ വർദ്ധിപ്പിക്കാൻ ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് വരെ കാത്തിരിക്കേണ്ട ആവശ്യം ഒരു സർക്കാരിനുണ്ടോ? ഇത് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഇവർ പറഞ്ഞതാണ് പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന്. 2021 വർദ്ധിപ്പിക്കേണ്ട പെൻഷൻ 4.5 വർഷം പിടിച്ചു വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് കണ്ടിട്ട് വേല എന്ന നിലയിൽ ഇവര് ഈ പ്രഖ്യാപനം ഇവിടെ നടത്തിയത്. യു.ഡി.എഫ്. മണ്ഡലം ചെയർമാൻ ഷാജു ഇലഞ്ഞിമറ്റം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ.പി.സി.സി. വൈസ് പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ പാർട്ടിയിൽ ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ സീറ്റ് കിട്ടാതിരിക്കുന്നത് ആരുടെയും ഒരു ദോഷമല്ല. അതൊക്കെ പിന്നീട് അവസരങ്ങൾ വരും. അപ്പൊ അത്തരം അവസരങ്ങൾ വരുമ്പോൾ അവർ മത്സരിക്കട്ടെ എന്നല്ലാതെ സീറ്റ് കിട്ടാത്തതിന് പേരിൽ നിരാശയുള്ള ആളുകൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സീറ്റ് കിട്ടാത്ത ആളുടെ ഒരു വാക്ക് നമുക്ക് പറയാൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ വരാൻ പോകുന്ന 48 മണിക്കൂറിൽ നമുക്ക് സീറ്റ് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അവരുമായി നമ്മൾ ചിലപ്പോൾ വിളി കാത്തിരിക്കുകയായിരുന്നു. പിന്നെ ഏത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒന്നും അറിയില്ലാത്ത കുറെ ആൾക്കാരും ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരോടൊക്കെ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഇതൊരു വലിയ സംരംഭമാണ്. ഒരു സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ചാല് 5 വർഷക്കാലം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. അതല്ലാതെ ഒരു സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ചിട്ട് അത് അതിലെ പോയി ആ വാർഡിൽ നമുക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. യു.ഡി.എഫ്. നിയോജക മണ്ഡലം ചെയർമാൻ കെ.ആർ. ജയകുമാർ, ഡി.സി.സി. സെക്രട്ടറി കെ.ആർ. പ്രദീപ് കുമാർ, ബ്ലോക്ക് പ്രസിഡന്റ് പി.സി. ജോസ്, മുൻ പ്രസിഡന്റ് വിൻസെന്റ് കെ. ജോൺ, മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറയ്ക്കൽ, കേരള കോൺഗ്രസ് ജോസഫ് സംസ്ഥാന സെക്രട്ടറി ജോണി അരീക്കാട്ടിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നഗരസഭയിലേക്കുള്ള 28 സ്ഥാനാർത്ഥികളെയും യോഗത്തിൽ പരിചയപ്പെടുത്തി. പിറവം നഗരസഭയിൽ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഇടപെടലുകളും ബാഹ്യശക്തികളുടെ ഇടപെടലുകളില്ലാതെ ഏറ്റവും നന്നായി സ്ഥാനാർത്ഥി നിർണയം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാവരും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,